നമസ്തേ. ഇതാണ് കരോലിന ഗോസ്വാമി. പോളിഷ് പൗരയും പ്രമുഖ യൂട്യൂബറുമായ ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരനായ അനുരാഗ് ഗോസ്വാമിയാണ്. വിവാഹശേഷം ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് ആഗോള ടെലിവിഷനുകളിലും മാധ്യമങ്ങളിലും കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇന്ത്യയല്ല ഇതെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഇന്ത്യൻ ഡീറ്റെയിൽസ് എന്ന ചാനലിലൂടെ അവർ ഇന്ത്യയിലെ ജീവിതം, സംസ്കാരം, യാത്രാനുഭവങ്ങൾ എന്നിവ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു. ഇന്ത്യൻ പോളിഷ് സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങൾ ഉള്ളടക്കമായ ഇവരുടെ വീഡിയോകൾ പ്രേക്ഷകർ വളരെ പെട്ടെന്ന് സ്വീകരിച്ചു. ഇന്ത്യക്കാരനെന്ന പ്രിവിലേജുമായി വിദേശത്ത് പോയി അവിടെ വിവാഹം കഴിച്ചു കൂടിയ ഒരു വേന്ദ്രൻ അവിടെ ഇരുന്നു കൊണ്ട് നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തി കോടീശ്വരനായി വാഴുന്ന കാലത്താണ് ഈ വനിതയെ ഇന്ത്യ ശ്രദ്ധിച്ചത് തന്നെ. ധ്രുവ് എന്ന യൂട്യൂബറുടെ മുഴുവൻ വ്യാഖ്യാനങ്ങളും തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം കരോലിന ഈ ലോകത്തോട് പറഞ്ഞു. അതിനവർ നേരിട്ടത് നിരന്തരമായ സൈബർ ആക്രമണമാണ്. പരസ്യമായി കൂട്ടബലാത്സംഗം നടത്തുമെന്ന് വരെ ഭീഷണിയായി. ഇന്ത്യയിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ഒത്തിരി ആത്മസംഘർഷം അനുഭവിച്ചു. എന്ന് വെച്ചാൽ ഇന്ത്യയിലിരുന്ന് ഇന്ത്യയെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയാൻ പാടില്ല എന്നതാണ് കരോളിൽ സംഭവം തെളിയിക്കുന്നത്. ഒടുവിൽ വിവിധ ഏജൻസികൾ കരോളിനും 2 കൊച്ചുകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിനും സുരക്ഷ ഏർപ്പാട് ചെയ്തു. ഇന്നും ഇന്ത്യക്ക് വേണ്ടി ലോകത്താകമാനം പ്രചാരണം നടത്തുന്ന കരോളിൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടരും. നിർഭയരായ പോരാളികൾ ഇന്ത്യയിൽ തുടരും. പേടിക്കുന്നവർ ഇന്ത്യ വിട്ട് വിദേശത്ത് പോയിരുന്ന സായിപ്പിന് ഒളിസേവ ചെയ്യും. രാജ്യത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പാർട്ടികൾ ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ?